ഹായ് ഫ്രണ്ട്സ്, ലോകം മുഴുവൻ ഒരു മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പരാജയപ്പെടുത്തുവാനായിട്ട് സ്റ്റേ ഹോം സ്റ്റേ സേഫ് എന്നുള്ള മുദ്രാവാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വീടുകളിൽ ചിലവഴിക്കുന്ന നമുക്ക് ഈ സമയം എത്രത്തോളം പ്രയോജനപ്പെടുത്താം എന്നുള്ള ആശയത്തിൽ നിന്നും ഉടലെടുത്ത എൻ്റെ ഒരു എളിയ സംരംഭമാണ് ഈ ഓൺലൈൻ ക്ലാസ്. In 2020, it is only essential to stay alive. Do not speak about your dreams or strategy. This year, the only important thing is to stay alive. Staying alive is the biggest profit. അതെ, 2020 ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നത് നാം ജീവിച്ചിരിക്കുക എന്നുള്ളതിനാണ്. നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചോ നമ്മുടെ തന്ത്രങ്ങളെക്കുറിച്ചോ സംസാരിക്കുവാനുള്ള ഒരു സമയമല്ല ഇത്. നമുക്കുള്ള ഏറ്റവും വലിയ പ്രോഫിറ്റ്, ലാഭം എന്ന് പറയുന്നത് നാം ജീവനോടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ വാക്കുകളുടെ ഉടമസ്ഥനെ നിങ്ങൾക്കറിയുന്നു. അതിനു മുമ്പ് ഒരല്പം ചരിത്രം. വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഒരു മെലിഞ്ഞ ബാലൻ അവിടെ എത്തുന്ന ഇംഗ്ലീഷ് ടൂറിസ്റ്റുകളുടെ അടുത്ത് തീർത്തും സൗജന്യമായി അവരുടെ ഗൈഡായിട്ട് ജോലി ചെയ്യാൻ എത്തുമായിരുന്നു. അവന്റെ ഉദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല, അവരോടൊപ്പം മാക്സിമം ചിലവഴിച്ച് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കുക. പിന്നീട് ആ പയ്യൻ ചൈനയിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയുടെ 2 എൻട്രൻസ് എക്സാമുകളിൽ പരാജയപ്പെട്ടു. KFCയിലെ ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടു. അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പിന്നോട്ട് പോയ ആ മെലിഞ്ഞ ബാലനെ അവർ വിസ്മരിച്ചു. എന്നാൽ ഇന്ന് ആ ബാലൻ ആ ഡ്രാഗൺ സിറ്റിയിലെ ചൈനയിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. 3,12,000 കോടിയിൽ പരം സ്വത്തിന്റെ ആസ്തിയുള്ള ആ വ്യക്തിയെ നിങ്ങൾ എല്ലാവരും അറിയും. അദ്ദേഹമാണ് ജാക്ക് മാ, Alibaba.com എന്ന പ്രശസ്തമായ കമ്പനിയുടെ സ്ഥാപകൻ. എന്തായിരുന്നു ജാക്ക് മായുടെ വളർച്ചയുടെ പിന്നിലുള്ള രഹസ്യം? അതെ, അറബിക് കഥകളിലെ ആലിബാബയെ പോലെ അദ്ദേഹത്തിന്റെ ആ വിജയത്തിന്റെ രഹസ്യം മറ്റൊന്നുമായിരുന്നില്ല, കഠിനാധ്വാനവും പരിശ്രമവുമായിരുന്നു. ആ കഠിനാധ്വാനവും പരിശ്രമവും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്തിച്ചേരാം എന്നുള്ള ആ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം നമ്മുടെ ക്ലാസ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും അധികം പ്രയാസമുണ്ടെന്ന് പലരും അഭിപ്രായപ്പെടുന്ന ഒരു ഭാഗമാണ് ടെൻസുകൾ. ടെൻസും അതിന്റെ യൂസസും ഉപയോഗങ്ങളും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഗ്രാമറിന്റെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ചുരുക്കം സമയം കൊണ്ട് ടെൻസ് പഠിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചെറിയ പരീക്ഷണമാണ്. നമുക്ക് ആദ്യം തന്നെ സമയം കളയാതെ ടോപ്പിക്കിലേക്ക് പോകാം. ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം, ടെൻസസ്, കാലങ്ങൾ. പ്രധാനമായും ഇംഗ്ലീഷിൽ 3 തരം കാലങ്ങളുണ്ട്, 3 types of tenses. നമുക്കതിനെ 3 എക്സാമ്പിളുകളിൽ നിന്നും കണ്ടെടുക്കാം. ആദ്യമായിട്ട് ഐ ആം റീഡിങ് എ ബുക്ക് നൗ. ഇവിടെ ഒരു പ്രവൃത്തിയുണ്ട്, റീഡിങ് എ ബുക്ക്. ഈ റീഡിങ് എ ബുക്ക് എന്ന് പറയുന്ന ആ പ്രവൃത്തി നടന്നിരിക്കുന്ന സമയം നോക്കുക. ഇറ്റ്സ് ഹാപ്പനിങ് നൗ. ഇപ്പോൾ നടക്കുന്ന സംഭവമാണ്. ഇപ്പോൾ നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അതിന് നമ്മൾ പ്രസന്റ് എന്ന് വിളിക്കാം. പ്രസന്റ് ടെൻസ് ആണ്, വർത്തമാനകാലം. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കുക. ഐ ഗോട്ട് എ പാർസൽ യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ ഒരു പാഴ്സൽ കിട്ടി. ഗോട്ട് എ പാർസൽ എന്നുള്ളതാണ് അവിടുത്തെ ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി. അത് നടന്നിരിക്കുന്ന സമയം യെസ്റ്റർഡേ ആണ്, കഴിഞ്ഞു പോയ സമയമാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് വിളിക്കാം ഭൂതകാലം അഥവാ പാസ്റ്റ്. മൂന്നാമത്തെ ഉദാഹരണം നോക്കുക. ഹി വിൽ ഗോ ടു മുംബൈ ടുമോറോ. അവൻ നാളെ മുംബൈയിലേക്ക് പോകും. മുംബൈയിലേക്ക് പോകുക എന്നുള്ള പ്രവൃത്തി നടക്കാൻ പോകുന്നത് നാളെയാണ്, ഇതുവരെ നടന്നിട്ടില്ല. നടക്കാൻ പോകുന്ന പ്രവൃത്തിയാണ് ഫ്യൂച്ചർ ആക്ഷൻ. സോ അതിനെ നമുക്ക് വിളിക്കാം ഫ്യൂച്ചർ. സോ ടെൻസിന് ഒരു നിർവചനം നമുക്ക് കൊടുക്കാം. ടെൻസ് ഡിനോട്ട്സ് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതാണ് ടെൻസ്. അതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ടെൻസിനെ 3ആയിട്ട് തിരിക്കാം: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഈ ഓരോ ടെൻസുകളെയും അതിനെ 4ആയിട്ട് നമുക്ക് സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രസന്റ് ടെൻസിനെ 4ആയിട്ടും പാസ്റ്റ് ടെൻസിനെ 4ആയിട്ടും ഫ്യൂച്ചർ ടെൻസിനെയും 4ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യാം. ഒന്നും കൂടി ഓർത്തിരിക്കുക, ടെൻസ് 3 വിധം: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇതിനെല്ലാം 4 പിരിവുകൾ. ആദ്യമായി പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിനെ നമ്മൾ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഫോം, അതായത് ടെൻസ് ഫോം എന്ന് നമ്മൾ പറയും. ഈ ടെൻസ് ഫോമിന്റെ അകത്ത്
നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഓക്സിലറി വെർബുകളുണ്ട്, ഡു, ഡസ്. സബ്ജക്റ്റിന് ശേഷം 3 ഉദാഹരണങ്ങൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. നോക്കാം. ആദ്യമായിട്ട് ഹി ലൈക്സ് ടീ. ഇവിടെ ഹി സബ്ജക്റ്റ് ആണ്, ടീ ഒബ്ജക്റ്റ് ആണ്, ലൈക്സ് എന്നുള്ളത് ഇവിടുത്തെ പ്രധാന ക്രിയയാണ്, മെയിൻ വെർബാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഡു ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് എവിടെയെന്ന്. അത് മെയിൻ വെർബിനോടൊപ്പം തന്നെയുണ്ട്. അതിന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ മെയിൻ വെർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുക. നോക്കാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു? ഡസ് പ്ലസ് ലൈക്ക് എന്ന് കിട്ടും. ഡസ് പ്ലസ് ലൈക്ക് ആണ് ലൈക്സ് ആയിട്ട് മാറുന്നത്. എളുപ്പമാർഗമുണ്ട്. വെർബ് എസിലോ ഇഎസിലോ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഡസ് ആയിരിക്കും. ഉദാഹരണത്തിന് ഈറ്റ്സ്, ഡ്രിങ്ക്സ്, വർക്ക്സ്, കുക്സ്. അതുപോലെ രണ്ടാമത്തെ ഉദാഹരണം ഐ ലൈക്ക് ടീ. ഇവിടെയും നോക്കുക, വെർബ് ലൈക്ക് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ സബ്ജക്റ്റ് ഹി എന്നുള്ളത് സിംഗുലർ ആണ്. സിംഗുലറിന്റെ കൂടെ നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് ഡസ് എന്നുള്ള ഓക്സിലറി ആണ്. ഐയോടൊപ്പവും മറ്റ് പ്ലൂറൽ സബ്ജക്റ്റുകളോടൊപ്പം എപ്പോഴും ഡു ഓക്സിലറി ആണ് ഉപയോഗിക്കുന്നത്. നോക്കാം. ലൈക്കിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ഡു പ്ലസ് ലൈക്ക് എന്നാണ് കിട്ടുന്നത്. ഡു പ്ലസ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ലൈക്ക് ആണ്. അപ്പൊ എസ് ഓർ എസ് ഇല്ല എന്ന വെർബുകളാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പൊതുവെ എളുപ്പത്തിൽ കണ്ടെത്താം. അവിടുത്തെ ഓക്സിലറി ഡു ആണ്. സോ മൂന്നാമത്തെ ഉദാഹരണത്തിലും അതുപോലെ തന്നെ ഇതേ പ്ലൂറലാണ് സബ്ജക്റ്റ്, അതുകൊണ്ട് അവിടെയും ഡു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡു പ്ലസ് പ്ലേ, പ്ലേ ആണ്. സോ ഈ 3 ഉദാഹരണങ്ങളിലൂടെ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടെൻസ് ഫോം പഠിക്കാം. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് ഒബ്ജക്റ്റ്. സിംഗുലറിന്റെ കൂടെ ഡസ് എന്നുള്ള വെർബാണ് ഉപയോഗിക്കുന്നത്. പ്ലൂറലിന്റെ കൂടെയും ഐയോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. ടെൻസ് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ യൂസസ് അറിഞ്ഞിരിക്കണം. അങ്ങനെയാവുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്ന ചോദ്യമാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ആദ്യത്തെ ഉപയോഗത്തിന് ഹാബിച്വൽ ആക്ഷൻസ് ആണ്. ഹാബിച്വൽ ആക്ഷൻസ് ഇപ്പോൾ നമ്മൾ വർത്തമാനകാലത്തിൽ അല്ലെങ്കിൽ പ്രസന്റിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റുട്ടീൻ, നമ്മുടെ ദിനചര്യകൾ, പതിവായിട്ടുള്ള പ്രവൃത്തികൾ, അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. ഹാബിച്വൽ ആക്ഷൻസ്. ഉദാഹരണമായിട്ട് ഷീ ഗോസ് ടു ടെമ്പിൾ എവരി ഡേ. അവൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും. ഇവിടെ നമുക്ക് ഹാബിച്വൽ ആക്ഷൻ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, എവരി ഡേ എന്നുള്ളത് ഇവിടെ ഒരു കീവേഡ് ആണ്. പതിവായി, എല്ലാ ദിവസവും എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ ഹാബിച്വൽ ആക്ഷൻ. അങ്ങനെ വരികയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് അറിയാം. സബ്ജക്റ്റ് ഷീ ആണ്. ഷീ സിംഗുലർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷീ സിംഗുലർ ആയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എല്ലായ്പ്പോഴും ഓക്സിലറി ഡസ് ആയിരിക്കും. നമുക്ക് ഷീ ഡാഷ് ടു ടെമ്പിൾ എവരി ഡേ എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്. ഉദാഹരണത്തിന് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഗോ, ഗോസ്, വെന്റ്, ഹാഡ് ഗോൺ, ഇങ്ങനെ 4 ഓപ്ഷനുകളായിരിക്കും മിക്കവാറും വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ പറഞ്ഞ റൂൾ അനുസരിച്ച് നമുക്കറിയാം ഡൂൺ ഡസുമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിനുള്ളത്. ഷീ സിംഗുലർ ആണ്, സോ ഡസ് എടുക്കാം. എസ് ഓർ എസിൽ അവസാനിക്കുകയാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, തന്നിരിക്കുന്ന വെർബ് എടുക്കുക, അതായിരിക്കും അവിടുത്തെ ആൻസർ. അങ്ങനെ ആകുമ്പോൾ ഗോസ് ആയിരിക്കും അവിടെ വരുന്നത്. സോ ഷീ ഗോസ് ടു ടെമ്പിൾ എവരി ഡേ. കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്മൾ പറഞ്ഞു. എവരി ഡേ എന്ന് പറഞ്ഞത് ഇവിടെ ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു കീവേഡ് ആണ്. അതേപോലെ അസംഖ്യം മറ്റ് കീവേഡുകളുണ്ട്. ഇത്തരം കീവേഡ്സ് നോക്കി വെച്ചാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സിമ്പിൾ പ്രസന്റ് ആണ്, പ്രസന്റ് ടെൻസിൽ ആണോ അല്ലെങ്കിൽ അത് ഹാബിച്വൽ ആക്ഷൻ ആണോ എന്ന് കണ്ടെത്താം. ഉദാഹരണത്തിന് ഓൾവേസ്, നെവർ, എവർ, ഡെയിലി, എവരി ഡേ, യൂഷ്വലി, ഓഫൺ, seldom, hardly, scarcely, rarely, frequently, invariably, nowadays, these days, etc. തുടങ്ങിയവയെല്ലാം ഹാബിച്വൽ ആക്ഷൻ ആണ് എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള കീവേഡുകളാണ്. ഒന്നുകൂടെ പറയാം. ഓൾവേസ്, നെവർ, എവർ, ഡെയിലി, എവരി ഡേ, യൂഷ്വലി, ഓഫൺ, സെൽഡം, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ഫ്രീക്വന്റ്ലി, ഇൻവേരിയബിളി, nowadays, these days, etc. So ആദ്യത്തെ ഉദാഹരണം, ആദ്യത്തെ ഉപയോഗം മറക്കാതിരിക്കുക, ഹാബിച്വൽ ആക്ഷൻസ്. രണ്ടാമത്തെ യൂസ്, ടു ഡിനോട്ട് എ യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഫാക്ട്സ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സത്യങ്ങളെ നമ്മൾ സൂചിപ്പിക്കുന്നത് എല്ലായ്പ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഉദാഹരണമായിട്ട് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്കുദിക്കുന്നു. അല്ലെങ്കിൽ ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, ഭൂമി സൂര്യനെ വലയം വെക്കുന്നു, ചുറ്റുന്നു. ഇതൊക്കെ യൂണിവേഴ്സൽ ട്രൂത്തിന് ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തത് ടു ഡിനോട്ട് എ യൂണിവേഴ്സൽ ട്രൂത്ത്. മൂന്നാമത്തത് ടു ഡിനോട്ട് എ സയന്റിഫിക് ഫാക്ട്സ്, ശാസ്ത്ര സത്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. നോക്കാം. ഇഫ് വാട്ടർ റീച്ചസ് 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ്, വെള്ളം 100 ഡിഗ്രിയിൽ എത്തുമ്പോൾ അത് തിളയ്ക്കുന്നു. അല്ലെങ്കിൽ ഹൈഡ്രജൻ കമ്പൈൻസ് ഓക്സിജൻ ഗിവ്സ് വാട്ടർ, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന്
ജലം ലഭിക്കുന്നു. ഇത് സയന്റിഫിക് ഫാക്ട് ആണ്. ഇതെല്ലാം നമ്മൾ നോക്കാം. ഇവിടെ നോക്കാം, റൈസസ്, ഇവിടെ റീച്ചസ്, നോക്കിയാൽ അറിയാം ഇതെല്ലാം സിമ്പിൾ പ്രസന്റൻസിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി നാലാമത്തെ യൂസ്, ടു ഡിനോട്ട് എ പെർമനന്റ് ട്രൂത്ത്. സ്ഥായിയായ സത്യങ്ങൾ, അചഞ്ചലമായ മാറ്റമില്ലാത്ത സത്യങ്ങളെ നമ്മൾ സൂചിപ്പിക്കുന്നത് സിമ്പിൾ പ്രസന്റൻസ് കൊണ്ടാണ്. ഉദാഹരണം നോക്കാം, ലണ്ടൻ ലൈസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് തേംസ്. ലണ്ടൻ തേംസ് നദിക്കരയിൽ ലണ്ടൻ മഹാനഗരം സ്ഥിതി ചെയ്യുന്നു, മാറ്റമില്ലാത്ത സത്യമാണ്. അല്ലെങ്കിൽ താജ്മഹൽ ലൈസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് യമുന. യമുന നദിക്കരയിൽ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നു. സോ അടുത്ത ഉപയോഗങ്ങൾ നമ്മൾ ഒന്നാമത്തെ പറഞ്ഞു ഹാബിച്വൽ ആക്ഷൻ ആയിരുന്നു, രണ്ടാമത്തത് യൂണിവേഴ്സൽ ട്രൂത്ത്, മൂന്നാമത്തത് സയന്റിഫിക് ഫാക്ട്സ്, നാലാമത്തത് പെർമനന്റ് ട്രൂത്ത്. സിമ്പിൾ പ്രസന്റൻസിന്റെ അഞ്ചാമത്തെ യൂസ്, ടു ഡിനോട്ട് എ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ. സാധാരണഗതിയിൽ നമ്മൾ ഫ്യൂച്ചർ ആക്ഷൻസ്, ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച ഭാവി പദ്ധതികളെ, അതായത് പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ് നമ്മൾ പറയും, അവയെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ പ്രസന്റൻസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് സ്കൂൾ റീ ഓപ്പൺസ് ഓൺ ജൂൺ 1. സ്കൂള് ജൂൺ 1 തുറക്കും എന്നുള്ളത് ഈ വർഷത്തെ കാര്യമല്ല, സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ജൂൺ 1 സ്കൂൾ തുറക്കും എന്നുള്ളത്. റീ ഓപ്പൺസ്, അത് സിമ്പിൾ പ്രസന്റൻസിലാണ് എഴുതിയിരിക്കുന്നത്. സപ്പോസ് നമുക്ക് എക്സാമിന് തരുന്ന ഒരു ചോദ്യത്തിൽ സ്കൂൾ ഡാഷ് ഓൺ ജൂൺ 1, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന വിൽ ഓപ്പൺ അങ്ങനെ ഇല്ല, ഫ്യൂച്ചർ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അവിടെ ഓപ്ഷൻ ഇല്ല, റീ ഓപ്പൺസ് എന്ന സിമ്പിൾ പ്രസന്റ് ഒരു വെർബ് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ആൻസർ. സോ നമ്മൾ പറഞ്ഞ അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ്. അതുപോലെ ഫോർ എക്സാമ്പിൾ, ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് കേരള നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കും, അതും പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണ്. അങ്ങനെ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസിന് നമുക്ക് എന്തുകൊണ്ട് സൂചിപ്പിക്കാം? സിമ്പിൾ പ്രസന്റൻസ് കൊണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ അഞ്ചാമത്തത്. ഇനി ആറാമത്തതും ഏഴാമത്തതും താരതമ്യേന എളുപ്പമാണ്, പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത യൂസ്. ആറാമത്തത് എന്ന് പറഞ്ഞാൽ ടു ഫോം ഇമ്പരേറ്റീവ്സ്. സിമ്പിൾ പ്രസന്റൻസ് ആണ് നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ സെന്റൻസ് എന്ന് പറയുന്നത് പഠിച്ചിട്ടുള്ളതാണ്, 4 തരം സെന്റൻസുകളുണ്ട്. അസർട്ടീവ് എന്നും ഇൻട്രോഗേറ്റീവ് എന്നും ഇമ്പരേറ്റീവ് എന്നും എക്സ്ക്ലമേറ്ററി എന്നും നമ്മൾ തിരിക്കുന്നുണ്ട്. അതിൽ ഓർഡർ റിക്വസ്റ്റ് വരുന്ന വാചകങ്ങളെ നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കുന്നു. അത്തരം വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നോക്കാം, ഉദാഹരണം ഗെറ്റ് ഔട്ട്, ഷട്ട് അപ്പ്, പ്ലീസ് ഡു മീ എ ഫേവർ. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കുക, ഇവിടുത്തെ എല്ലാം ഓക്സിലറി എടുത്തു കഴിഞ്ഞാൽ അത് പ്രസന്റ് ടെൻസ് ഓക്സിലറി ആണ്. ഉദാഹരണത്തിന് ഈ ഇമ്പരേറ്റീവ് വരുന്ന വാചകങ്ങളിലെല്ലാം സബ്ജക്റ്റ് യു ആണ്. നമ്മൾ പൊതുവെ പരാമർശിക്കാറില്ലെങ്കിലും ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ യു ഗെറ്റ് ഔട്ട്, ഷട്ട് അപ്പ് യു ഷട്ട് അപ്പ്, യു പ്ലീസ് ഡു മീ എ ഫേവർ. സോ അതുകൊണ്ട് തന്നെ യുവിന് ശേഷം വരുന്നത് യുവിനെ നമ്മൾ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നീയെന്നും നിങ്ങളൊന്നും ഉണ്ട് അതിന് അർത്ഥമെങ്കിലും നമ്മൾ അതിനെ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഗെറ്റ് നോക്കുക, ഡു പ്ലസ് ഗെറ്റ് ആണ് ഗെറ്റ്, ഡു പ്ലസ് ഷട്ട്, ഷട്ട് ഡു എന്താണ് അവിടെ ഓൾറെഡി പ്ലീസ് ഡു മീ എ ഫേവർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇമ്പറേറ്റീവ് സെന്റൻസ് ഫോം ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാണ്. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ അവസാനത്തെ ഉപയോഗത്തിലേക്ക് നമുക്ക് വരാം. ടു ഫോം എക്സ്ക്ലമേറ്ററി. അതിശയങ്ങൾ വരുന്ന വാചകങ്ങളെ, അത്ഭുതങ്ങൾ വരുന്ന വാചകങ്ങളെ നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നു. അത്തരം വാചകങ്ങൾ രൂപീകരിക്കാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഹൗ ബ്യൂട്ടിഫുള്ളി ഷീ സിംഗ്സ്, എക്സ്ക്ലമേഷൻ മാർക്ക്. ആഹാ, എന്തു മനോഹരമായിട്ടാണ് അവള് ആ പാട്ട് പാടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. പ്രധാനമായിട്ടും സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഉപയോഗത്തിൽ വരുന്ന 7 ഉപയോഗങ്ങൾ അല്ലെങ്കിൽ 7 പോയിന്റുകൾ ഇവയാണ്. മറന്നു പോകരുത് പരീക്ഷയ്ക്ക്. അതിന് ആദ്യത്തെ 5 മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. 6, 7 അത്ര പ്രാധാന്യമില്ല എങ്കിലും 5 ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. 1 ഹാബിച്വൽ ആക്ഷൻ ആണ്, നമ്മൾ കീവേഡുകൾ പറഞ്ഞിട്ടുണ്ട്. 2 യൂണിവേഴ്സൽ ട്രൂത്ത്, 3 സയന്റിഫിക് ഫാക്ട്, 4 പെർമനന്റ് ട്രൂത്ത്, 5 പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ്, 6 ടു ഫോം ഇമ്പരേറ്റീവ് സെന്റൻസ്, 7 ടു ഫോം എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പ്രധാന ഉപയോഗങ്ങൾ. പ്രസന്റ് ടെൻസിന്റെ രണ്ടാമത്തെ സബ് ഡിവിഷൻ പ്രസന്റ് കണ്ടിന്യൂസ്. ആദ്യത്തെ സിമ്പിൾ പ്രസന്റ്, രണ്ടാമത്തെ പ്രസന്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ടെൻസ് എവിടെ വന്നാലും ഓർത്തിരിക്കുക, നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ING ഓഫ് ദ വെർബാണ്. വെർബിന്റെ ING ഫോം ആണ്. നോക്കാം, ഇവിടെ ഉണ്ട് ING. കൂടാതെ ഇതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന 3 ഓക്സിലറി ആണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ആ പാടറിയാവുന്ന 3 ഓക്സിലറി വെർബുകൾ ഇതൊക്കെയാണ്: ഈസ്, ആം, ആർ. സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ING. ഉപയോഗം എങ്ങനെയാണെന്ന് കൂടെ നോക്കാം.
ഉദാഹരണത്തിന് ഷീസ് റീഡിങ് എ ബുക്ക്. ഇവിടെ ഷീ സിംഗുലർ ആണ്, സിംഗുലർ ആയതുകൊണ്ട് അതിനോടൊപ്പം നമ്മൾ ഈസ് ഉപയോഗിക്കുന്നു. നമ്മൾ പറഞ്ഞു എല്ലാ കേസിലും ING വരും, റീഡിന്റെ കൂടെ ING വരുമ്പോൾ റീഡിങ് ആണ്. സോ സിംഗുലർ വന്നു കഴിഞ്ഞാൽ ഈസ് എന്നുള്ള ഓക്സിലറി ഉപയോഗിക്കണം. ഇനി നോക്കാം, അയോടൊപ്പം മാത്രമാണ് ആം വരുന്നത്, അതിനുശേഷം ING ഫോം ആണ്, ഐ ആം വാച്ചിങ് ടെലിവിഷൻ. മൂന്നാമത്തത് ദേ പ്ലൂറൽ ആണ്, അതിനോടൊപ്പം ഉപയോഗിക്കുന്ന ഓക്സിലറി ആർ ആണ്, അതിനുശേഷം ING ഫോം ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ഒരു ടെൻസിന്റെ സബ്ഡിവിഷൻ ആണ് പ്രസന്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ING. സിംഗുലറിനോടൊപ്പം ഈസ്, അയോടൊപ്പം ആം, പ്ലൂറലിനോടൊപ്പം ആർ. എല്ലാ കേസിലും ING ഫോം ഓഫ് ദ വെർബ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗങ്ങൾ, യൂസസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗങ്ങൾ, യൂസസ്. രണ്ട് ഉപയോഗങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. ഒന്ന്, ആക്ഷൻസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, അല്ലെങ്കിൽ an action that is happening at the moment of speaking എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും നമുക്കത്. ഈ ഉദാഹരണം നോക്കാം. He is sleeping now. അവൻ ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കീവേഡ് ഉണ്ട് നമുക്ക്, നൗ എന്നുള്ളത്. നൗ എന്നുള്ള കീവേഡ് വരുമ്പോൾ നമുക്കത് ഉറപ്പായിട്ടും നമുക്ക് ഉറപ്പിക്കാം അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ മറ്റു കീവേഡുകളാണ് നൗ, ലുക്ക്, അറ്റ് ദ മൊമെന്റ്, അറ്റ് പ്രസന്റ്. ഒന്നുകൂടെ ഒന്നാമത്തെ ഉദാഹരണം അല്ലെങ്കിൽ ഒന്നാമത്തെ ഉപയോഗം, not an action happening at the time of speaking, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വർത്തമാന കാലത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ തുടരുന്ന പ്രവൃത്തി. ഉദാഹരണമാണ് he is sleeping now. കീവേഡ്സ് now, look, at the moment, at present. ഇത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസറിൽ നിന്നും അവിടെ എന്താണ് ഈ സാമാർ പ്ലസ് ING സബ്ജക്റ്റ് അനുസരിച്ച് നമുക്ക് എടുത്തെഴുതാം. ഓക്കെ. രണ്ടാമത്തെ ഉപയോഗം, നമ്മൾ നേരത്തെ ഫ്യൂച്ചർ ആക്ഷന്റെ കാര്യം പറഞ്ഞു, പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ്. അതുപോലെ തന്നെ നിയർ ഫ്യൂച്ചർ ആക്ഷൻസ്, സമീപ ഭാവിയിൽ തന്നെ നടക്കാൻ പോകുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രസന്റ് കണ്ടിന്യൂസ്. അതാണ് ഐ ആം ഗോയിങ് ടു ബൈ എ ന്യൂ കാർ. ഞാനൊരു പുതിയ കാർ വാങ്ങുവാൻ പോകുന്നു. വാങ്ങിയില്ല, വാങ്ങാൻ പോകുന്നേ ഉള്ളൂ, തൊട്ടടുത്ത് തന്നെ വാങ്ങും. സോ അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഐ ആം ഗോയിങ് ആണ്. അപ്പോൾ രണ്ട് ഉപയോഗങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഒന്ന്, an action happening at the time of speaking. രണ്ട്, to denote a near future action. സിമ്പിൾ പ്രസന്റിനും പ്രസന്റ് കണ്ടിന്യൂസിനും ശേഷം പ്രസന്റൻസിന്റെ മൂന്നാമത്തെ സബ്ഡിവിഷൻ ആണ് പ്രസന്റ് പെർഫെക്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് വരുന്നിടത്തെല്ലാം ING ഓഫ് ദ വെർബ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു ടിപ്പാണ്, നിങ്ങൾക്കുള്ളൊരു ടിപ്പ്, അതായത് പെർഫെക്റ്റൻസ് അല്ലെങ്കിൽ എവിടെയൊക്കെ പെർഫെക്റ്റ് വരുന്നു അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് V3 ഫോം ഓഫ് ദ വെർബ് ആണ്, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയും. V1 എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഫോം, V2 പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഉദാഹരണത്തിന് ഗോ എന്നുള്ളത് പ്രസന്റ് V1 ഫോം ആണ്, വെന്റ് അതിന്റെ പാസ്റ്റ് ഫോം അഥവാ V2, ഗോൺ എന്നുള്ളത് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3. നമുക്ക് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹൗ പ്ലസ് V3. റൂളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിംഗുലറിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് എന്നുള്ള ഓക്സിലറി ആയിരിക്കും. അയ്യോടൊപ്പവും പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പം നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നു. രണ്ടിടത്തും നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ V3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും. ഉദാഹരണമായിട്ട് ഹി ഹാസ് ഡൺ ഹിസ് ഡ്യൂട്ടി. ആദ്യത്തെ ഉദാഹരണം ഹി സിംഗുലർ ആണ്, അതുകൊണ്ട് ഓക്സിലറി വെർബ് ഹാസ് വന്നു. ഡൺ എന്നുള്ളത് ഡു, ഡിഡ്, ഡൺ V3 ഫോം ആണ്. രണ്ടാമത്തെ ഉദാഹരണം ഐ ഹാവ് ടേക്കൺ മൈ ബുക്ക്. ഐ, അതുകൊണ്ട് ഓക്സിലറി ഹാവ് വരുന്നു, V3 അഗൈൻ. ടേക്ക്, ടുക്ക്, ടേക്കൺ, അതും V3 ഫോം ആണ്. മൂന്നാമത്തെ they have played football. they പ്ലൂറൽ ആണ്, അതുകൊണ്ട് അവിടെ വന്നത് ഓക്സിലറി ആയ ഹാവ് ആണ്. പ്ലേഡ് എന്നുള്ളത് പ്ലേ, പ്ലേഡ്, പ്ലേഡ്, അത് V3 ഫോം ആണ്. ചില വെർബുകൾ ഉദാഹരണത്തിന് കുക്ക്, വർക്ക്, കില്ല് തുടങ്ങിയവയൊക്കെ നോക്കിയാൽ അറിയാം അതിന്റെ V2 ഉം V3 ഉം സെയിം ആയിരിക്കും. കുക്ക്ഡ്, കുക്ക്ഡ്, വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്, പ്ലേ, പ്ലേഡ്, പ്ലേഡ്, കിൽ, കിൽഡ്, കിൽഡ്. സോ നമ്മൾ പറഞ്ഞു നിർത്തിയ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് ഫോം, ടെൻസ് ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഇനി നമ്മൾ ഇതിന്റെ യൂസസ് ആണ് പഠിക്കേണ്ടത്. ഒന്നാമത്തെ യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒന്നാമത്തെ യൂസ്, ടു ഡിനോട്ട് ആൻ ആക്ഷൻ ഫിനിഷ്ഡ് റീസെന്റ്ലി. തൊട്ടടുത്തായിട്ട് അവസാനിച്ച ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഉദാഹരണത്തിന് they have just reached the point. ഇപ്പോൾ അവിടെ ആ പോയിന്റ് എത്തിയതേ ഉള്ളൂ. ജസ്റ്റ് റീച്ച്ഡ് പറയുന്നതിന് തൊട്ട് മുമ്പ് ആക്ഷൻ അവസാനിച്ചു. ഇതിൽ നമുക്ക് കീവേഡുകൾ ഉണ്ട്, നോക്കാം. ജസ്റ്റ്, ജസ്റ്റ് നൗ, യെറ്റ്, നോട്ട് യെറ്റ്, ടിൽ, റീസെന്റ്ലി, ഓൾറെഡി, എക്സെട്ര തുടങ്ങിയവയൊക്കെ വന്നാൽ നമുക്ക് സാധാരണഗതിയിൽ അവിടെ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. സോ ഒന്നാമത്തെ ഉപയോഗം an action finished recently, തൊട്ടടുത്തായിട്ട് അവസാനിച്ച ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത് എപ്പോഴും പെർഫെക്റ്റ് ടെൻസ് കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ അതിന്റെ ഉപയോഗം an action without time. അതായത് ഒരു പ്രവൃത്തി നടന്നതിന് കൃത്യമായ സമയം പറയാതെ
സൂചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഉദാഹരണത്തിന് ഐ ഹാവ് ഗോട്ട് ദ റിപ്പോർട്ട്, എനിക്ക് റിപ്പോർട്ട് കിട്ടി. എപ്പോൾ കിട്ടി എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഐ ഹാവ് സീൻ ദ ഫിലിം, ഞാൻ സിനിമ കണ്ടു. ഐ ഹാവ് വിസിറ്റഡ് ദേർ, ഇവിടെയെല്ലാം കൃത്യമായ സമയം പറഞ്ഞിട്ടില്ല. ഇവിടെയെല്ലാം നമുക്ക് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഒന്നാമത്തെ ഉപയോഗം പറഞ്ഞു an action finished recently, രണ്ട് an action without time. ഈ ക്വസ്റ്റ്യൻ മിക്കവാറും നമുക്ക് തെറ്റിച്ചു വരുന്നതാണ്. ഇവിടെ ടൈം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് ഐ ഹാവ് ഗോട്ട് ദ റിപ്പോർട്ട് യെസ്റ്റർഡേ എന്ന് വന്നു കഴിഞ്ഞാൽ ഹാവ് ഗോട്ട് തെറ്റാണ്. അത് സിമ്പിൾ പാസ്റ്റ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. അങ്ങനെ ഒരു ടൈം പാസ്റ്റ് ടൈം അവിടെ വന്നാൽ അവിടെ സിമ്പിൾ പാസ്റ്റാണ് വരേണ്ടത്. അത് അടുത്ത ടോപ്പിക്ക് വരുമ്പോൾ അത് പറഞ്ഞുതരാം. ഒരു യൂസും കൂടെ അതിന് ബാക്കിയുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ മൂന്നാമത്തെ ഉപയോഗം to denote an action that has still some relevance in the present. ഇപ്പോഴും ഒരു പാസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പ്രവൃത്തിക്ക് ഇപ്പോഴും വർത്തമാന കാലത്തിലും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഐ ഹാവ് ലിവ്ഡ് ഇൻ ദിസ് ടൗൺ ഫോർ മെനി ഇയേഴ്സ്, ഞാൻ ഈ ടൗണിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ജീവിച്ചിരുന്നു. സോ ആക്ഷൻ ദാറ്റ് ഹാസ് സ്റ്റിൽ സം റിലവൻസ് ഇൻ ദ പ്രസന്റ്. പാസ്റ്റ് ആക്ഷൻ ഇപ്പോഴും പ്രാധാന്യം ഉണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഈ മൂന്ന് യൂസസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന് ഉള്ളത്. പ്രസന്റ് ടെൻസിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ സബ്ഡിവിഷൻ ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മളിവിടെ പെർഫെക്റ്റ് പറഞ്ഞു നിർത്തി അതിന്റെ തുടർച്ചയാണ്. കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ING ഓഫ് ദ വെർബ് അവിടെ വരണമെന്ന്. നോക്കാം, ഉണ്ട്. സബ്ജക്ട് പ്ലസ് ഹാസ് ബീൻ ഓർ ഹൗ ബീൻ പ്ലസ് ING ആണ്. റൂൾ നേരത്തെ പോലെ തന്നെയാണ്. സിംഗുലറിനോടൊപ്പം ഹാസ് ബീനും പ്ലൂറലിനോടൊപ്പം ഐയോടൊപ്പം ഹൗ ബീൻ ഉപയോഗിക്കുന്നു. എല്ലാ കേസിലും ING ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കുന്നു. ഉദാഹരണമായിട്ട് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് മോർണിംഗ്, ഹി ഹാസ് ബീൻ പ്ലേയിങ് ദേർ ഫോർ 3 hours. നോക്കാം, ഐ സബ്ജക്റ്റ് വന്നുകൊണ്ട് ഹാവ് ബീൻ ഉപയോഗിക്കുന്നു, വെയിറ്റിംഗ് ING ആണ്. ഹി സബ്ജക്റ്റ് വന്നു, ഹാസ് ബീൻ ഉപയോഗിക്കുന്നു, പ്ലേയിങ് ING ഫോം ഉപയോഗിക്കുന്നു. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന PSCയുടെ മറ്റൊരു ചോദ്യമാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസ് എന്നുള്ളത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ an action that began in the past and still continuing in the present എന്ന് പറയും. അതായത് കഴിഞ്ഞ കാലത്തിൽ തുടങ്ങി വർത്തമാന കാലത്തിൽ തുടരുന്ന പ്രവൃത്തി, അതായത് ഭൂതകാലത്തിൽ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഉദാഹരണം എടുത്താൽ തന്നെ നമുക്കറിയാം. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് മോർണിംഗ്, ഞാൻ രാവിലെ മുതൽ ഇവിടെ കാത്തു നിൽക്കുകയാണ്. അതായത് രാവിലെ തുടങ്ങിയ പ്രവൃത്തിയാണ്, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രാവിലെ എന്നുള്ളത് പാസ്റ്റ് ആണ്, മനസ്സിലായില്ലേ? അതുപോലെ ഹി ഹാസ് ബീൻ പ്ലേയിങ് ദേർ ഫോർ 3 hours, അയാൾ അവിടെ 3 മണിക്കൂറായി കളിച്ചുകൊണ്ടിരിക്കുന്നു. 3 മണിക്കൂറായി, 3 മണിക്കൂറിന് മുമ്പ് പാസ്റ്റിൽ തുടങ്ങിയാണ്, ഇപ്പോഴായപ്പോൾ 3 മണിക്കൂറായി, ഇപ്പോഴും തുടരുന്നു. സോ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയ വർത്തമാന കാലത്തിലും തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒരു സ്റ്റോക്ക് ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും LDC പരീക്ഷകൾക്കൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. ഒന്ന്, സിൻസ്, ഫോർ, ഇത് രണ്ട് പ്രിപ്പോസിഷൻസ് ആണ്. ഇത് രണ്ടും ടൈമിനെ സൂചിപ്പിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, വളരെ എളുപ്പമാണ്. സിൻസ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടൈം ആണ്. ഫോർ എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ടൈം ആണ്. അതായത് സിൻസ് പോയിന്റ് ഓഫ് ടൈം ഒരു പ്രത്യേക സമയത്ത് സൂചിപ്പിക്കുന്നു. സിൻസ് യെസ്റ്റർഡേ, സിൻസ് മൺഡേ, സിൻസ് ലാസ്റ്റ് വീക്ക് തിങ്കളാഴ്ച മുതൽ, കഴിഞ്ഞ ആഴ്ച മുതൽ, സിൻസ് ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം മുതൽ, സിൻസ് 2000 മുതൽ, സിൻസ് മാർച്ച് മുതൽ, സിൻസ് മൈ ചൈൽഡ്ഹുഡ് എന്റെ കുട്ടിക്കാലം മുതൽ, ഇങ്ങനെ ഒരു പ്രത്യേക സമയം വരികയാണെങ്കിൽ അവിടെ സിൻസ് യൂസ് ചെയ്യും. ഇനി ഫോർ ആണെങ്കിൽ പീരീഡ് ഓഫ് ടൈം ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫോർ 3 hours 3 മണിക്കൂർ, ഫോർ 2 days, ഫോർ 10 years, ഫോർ എ ഫ്യൂ അവേഴ്സ്, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. സിൻസും ഫോറും 1 മാർക്കിന്റെ മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ടെൻസില് പ്രസന്റ് ടെൻസിന്റെ 4 സബ്ഡിവിഷനുകളാണ്. പ്രസന്റ് ടെൻസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെ 4 എടുത്തിരിക്കുന്നു. അതിന്റെ എല്ലാം ടെൻസ് ഫോമുകളും ഉപയോഗങ്ങളും നമ്മൾ ഇന്ന് പഠിക്കുകയുണ്ടായി. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് പ്രസന്റ് ടെൻസും അതിന്റെ സബ്ഡിവിഷനും യൂസും ഒരുപാട് പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ ഈ കൃത്യമായിട്ട് ഈ എല്ലാത്തിനെയും കീവേഡുകളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പഠിച്ചാൽ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാം. സോ ഇത് ഓർമ്മയിൽ വെക്കുക. നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഒരുപാട് ഇഡിയംസും ഫ്രേസും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അത്തരം ചില ഫ്രേസുകളുടെയും ഉത്ഭവത്തിന് പിന്നിൽ ചില രസകരമായ കഥകളുണ്ട്. അത്തരം ഒരു ഫ്രേസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കോട്ട് റെഡ് ഹാൻഡഡ് എന്നാണ് ഈ ഫ്രേസിന്റെ പേര്. കോട്ട് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ടു ബി കോട്ട് ഇൻ ദ ആക്ട് ഓഫ് സംതിങ്, ഡൂയിങ് സംതിങ് റോങ് എന്നുള്ള അർത്ഥമാണ്.
To be caught in the act of doing something wrong. അതായത് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ കയ്യോടെ പിടികൂടപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഫ്രേസ് ഉടലെടുത്തതിന്റെ പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ AD 1432 സ്കോട്ട്ലൻഡില് അവിടെ ഒരു പുതിയ നിയമം നടപ്പിൽ വരുത്തി. ഈ നിയമപ്രകാരം തങ്ങളുടെ ഉടമസ്ഥതയിൽ ഇല്ലാത്ത ഒരു മൃഗത്തെ ഒരാൾ കശാപ്പ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കഠിനമായ പണിഷ്മെന്റ് നേരിടേണ്ടി വരും. പക്ഷെ ഈ പണിഷ്മെന്റ് വിധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയെ അയാൾ ആ അറുത്ത മൃഗത്തിന്റെ രക്തത്തോടു കൂടി, അതായത് അയാളുടെ കൈകളിൽ അതിന് രക്തം പുരണ്ടിരിക്കുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കണം. അതാണ് അതിന്റെ കൃത്യമായ തെളിവ്. അതുകൊണ്ടാണ് കോട്ട് റെഡ് ഹാൻഡഡ് എന്നുള്ള പ്രയോഗം വന്നത്. അതിൽ നിന്നുമാണ് ഈ രസകരമായ ആ ഫ്രേസിലേക്ക് എത്തുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: ടു ബി കോട്ട് ഇൻ ദ ആക്ട് ഓഫ് ഡൂയിങ് സംതിങ് റോങ്. കയ്യോടെ പിടികൂടപ്പെടുക, എന്തെങ്കിലും ചെയ്യുമ്പോൾ കയ്യോടെ പിടികൂടപ്പെടുക എന്നാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രസന്റ് ടെൻസ് ആണ്. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ പാസ്റ്റ് ടെൻസും അതിന്റെ സബ്ഡ്യൂഷൻസും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അത് എല്ലാവരും ചില പാകപ്പിഴകളും തെറ്റുകുറ്റങ്ങളും നമുക്ക് കണ്ടേക്കാം, ക്ഷമിക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു ക്ലാസ് ആണിത്. നിങ്ങൾ കൂടുതൽ പേര് ഇത് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക. Till then, it's goodbye and have a nice day.